ഹായ് ഓൾ, +1 ഗ്രാവിറ്റേഷൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ബാലൻസ് റെഡി ആണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്തു തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്, വായിച്ചു നോക്കൂ. എന്താണ്? ഇഫ് എ പ്ലാനറ്റ് ഹാസ് ട്വൈസ് ദ മാസ് ഓഫ് എർത്ത് 3 times ദ റേഡിയസ് ഓഫ് എർത്ത്, അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എഴുതാം. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ? എസ്കേപ്പ് വെലോസിറ്റി ഫ്രം പ്ലാനറ്റ് ആണ് കേട്ടോ. ഫ്രം പ്ലാനറ്റ് നമുക്ക് വി ഡാഷ് എന്ന് വിളിക്കാം. അത് കാണാനുള്ള ഇക്വേഷനൊക്കെ നമുക്ക് അറിയാം. റൂട്ട് ഓഫ് എർത്തിൽ നിന്നുള്ളതാണെങ്കിൽ നമുക്കറിയാം വി ഈസിക്കൽ റൂട്ട് ഓഫ് 2gm/r എന്നാണ് അല്ലേ. ഇതിനകത്തുനിന്ന് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ. റേഡിയസ് 3 times റേഡിയസ് ഓഫ് എർത്ത്. ഈ r എന്ന് പറയുന്നത് 3r ആണ്. ഇനി മാസ് ട്വൈസ് ആണ്, ഓക്കെ, എർത്തിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ വാല്യൂ ഇങ്ങോട്ടിട്ടെ 2 × g എഴുതി. എമ്മിൻ്റെ വാല്യൂ 2m ഡിവൈഡ് ബൈ ആറിൻ്റെ വാല്യൂ 3r. പേടിക്കരുത്. ഇനി നമുക്കിവിടെ റെഡിയാക്കി എഴുതാം. വി ഡാഷ് ഈസ് ഈക്വൽ ടു, നമുക്ക് റെഡിയാക്കി ഇടാം മക്കളെ, 2gm/r ഞാൻ ഒരുമിച്ചിടാം. റൂട്ട് ഓഫ് 2gm/r ഞാൻ അതുപോലെ എഴുതി. ബാക്കി 2/3. പേടിക്കരുത്. അപ്പോൾ റൂട്ട് ഓഫ് 2gm/r ഇൻറ്റു റൂട്ട് ഓഫ് 2/3 എന്നല്ലേ. അപ്പോൾ വി ഡാഷ് ഈസ് ഈക്വൽ ടു, ഇതെന്താണ് സാധനം? അത് നമ്മൾ നേരത്തെ എഴുതിയ എസ്കേപ്പ് വെലോസിറ്റി അല്ലേ, വി അല്ലേ, ഇൻറ്റു റൂട്ട് ഓഫ് 2/3 എന്നാണ്. ഉണ്ടോ? ചെറുതായിരിക്കുന്നു. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് പേടിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. പ്രയാസമുണ്ടോ? അപ്പോൾ എന്താണ് തന്നിരുന്നത്? എസ്കേപ്പ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. റൂട്ട് ഓഫ് 2gm/r എന്നാണ്. ഓക്കെ, ഇതിൽ എമ്മിന് പകരം 2m കൊടുക്കുക, ആറിന് പകരം 3r കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് റെഡി ആക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് 2/3 ഇൻറ്റു എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് എന്ന് വരും. എന്ത് പ്രയാസം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. എന്താണ്? എ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് 500 കിലോഗ്രാം സാറ്റലൈറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ഇനി revolves around the earth in circular orbit of radius 4 × 10⁻⁷ meter in the equatorial plane. ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ്. അപ്പോൾ ഇതൊരു ജിയോ സ്റ്റേഷണറി ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ആണ്. ഇനി വെസ്റ്റ് ഇന്ന് ഈസ്റ്റിലോട്ടാണ് കറങ്ങുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം, ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രയാസപ്പെടാൻ ഒന്നുമില്ല. ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, mvr എന്നാണ് അല്ലേ. ഇനി സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ഇതിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ v, ഡിസ്റ്റൻസ് 2πr അല്ലേ, ഡിവൈഡ് ബൈ t. ഓക്കെ, t. ഓക്കെ, ഇതിനകത്ത് നിന്ന് നമുക്ക് L = m എഴുതി, വിയുടെ ആൻസർ 2πr ഡിവൈഡ് ബൈ t എന്ന് എഴുതി, r അതുപോലെ എഴുതി. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇതിനകത്ത് എല്ലാം ഉണ്ടോ എന്ന് മാത്രം ഒന്ന് നോക്കുക. ഇതിൻ്റെ ടൈം പീരീഡ് എത്രയെന്നറിയോ? ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ആണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 hour ആണ്. ഇപ്പോൾ 24 × 60 × 60 സെക്കൻഡ്, ശരിയല്ലേ? ഇനി ബാക്കി നമുക്ക് L എഴുതാം. = മാസ് തന്നിട്ടുണ്ട് 500 × 2 × 3.14 × r². ആറിൻ്റെ വാല്യൂ 4 × 10⁻⁷ ഡിവൈഡ് ബൈ ടിയുടെ വാല്യൂ ഞാനിപ്പോൾ എഴുതി 24 × 60 × 60. ഇത് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ അപ്രോക്സിമേറ്റ്ലി ഇതാണ് വരുന്നത്. സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇതിനകത്ത് ടെൻഷൻ പിടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഡയറക്റ്റ് കാൽക്കുലേഷനേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഊഹിച്ചെടുത്തെന്നറിയാം? നമ്മുടെ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് ആണെന്ന് എനിക്ക് ഊഹം കിട്ടിയത് അത് ഇക്വറ്റോറിയൽ പ്ലെയിനിൽ കറങ്ങുന്നുണ്ടാണ്. ഇനി അടുത്തത് ഞാനൊരു കാര്യം ഇവിടെ നോക്കിയായിരുന്നു. ഈ വാല്യൂ കണ്ടോ? ഈ വാല്യൂ നോക്കിയപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 36,000 കിലോമീറ്റർ അല്ലേ, 36,000 കിലോമീറ്റർ അല്ലേ. ഈ വാല്യൂ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് 4 × ഒരു 40,000 അല്ലേ, 40,000 × 10⁻³ മീറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ 40,000 കിലോമീറ്റർ എന്ന് എനിക്ക് മനസ്സിലായി. ഈ രണ്ട് വാല്യൂ വളരെ ക്ലോസ് അല്ലേ. അപ്പം ഞാൻ ഗസ് ചെയ്തു, കറക്റ്റ് ഇത് ജിയോ സ്റ്റേഷണറി ആണ്. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എത്രയായിരുന്നു? 24 hours എന്ന് എനിക്കറിയാം. അപ്പോൾ അതിനെ സെക്കൻഡിലോട്ട് മാറ്റുക. L കാണാനുള്ള ഇക്വേഷൻ mvr. അപ്പോൾ ഇതിനകത്ത് v കണ്ടുപിടിച്ച് 2πr/t.
അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ്, യു വിൽ ബി ഗെറ്റിംഗ് ദ റിസൾട്ട്. പ്രയാസം ഉണ്ടോ? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? എ സാറ്റലൈറ്റ് ഈസ് മൂവിങ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത്. എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മാസ് ഓഫ് സാറ്റലൈറ്റ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു എർത്ത്. ദെൻ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ശരിയാവും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കിടക്കുന്നത്. എന്താണ്? നോക്കൂ, എന്താണ്? സാറ്റലൈറ്റ് ഈസ് മൂവിങ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത്. ആയിക്കോട്ടെ, സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആക്സലറേഷൻ, ഇതിനകത്തുള്ള ഫോഴ്സ് അങ്ങോട്ടായിരിക്കും, സെൻറ്ററിലോട്ടായിരിക്കും, എർത്തിലോട്ടായിരിക്കും. ഇനി അപ്പോൾ ആക്സലേഷൻ എങ്ങോട്ടായിരിക്കും? സെൻറ്ററിലോട്ടായിരിക്കും. ഇത് വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആക്സലേഷൻ ഈസ് ഡയറക്റ്റ് ടുവേഴ്സ് ദ സെൻറ്റർ ഓഫ് എർത്ത്. കണ്ടോ? ഇതൊരു കൊച്ചു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ വലിയ ഓപ്ഷനൊക്കെ കണ്ടിട്ട് നമ്മൾ പേടിച്ച് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിപൊളിയല്ലേ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. എന്താണ്? സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കറങ്ങുന്നു. അപ്പോൾ എർത്ത് സാറ്റലൈറ്റിനെ അട്രാക്ട് ചെയ്യും. ആ ഫോഴ്സ് എർത്തിലോട്ട്, എർത്തിൻ്റെ സെൻറ്ററിലോട്ട്. അപ്പോൾ ആക്സലേഷനും അങ്ങോട്ട്. അപ്പോൾ ഇതിനകത്ത് മാച്ച് ആവുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? അടുത്ത ക്വസ്റ്റ്യൻ ദാ വരുന്നു. ഓർബിറ്റൽ വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ. ഇത് നമുക്ക് അറിയാമെന്നുള്ളതല്ലേ മക്കളെ? ഓർബിറ്റൽ വെലോസിറ്റി ആണ് അതിനുള്ള ഇക്വേഷൻ √(gm/r) എന്നാണ് അല്ലേ? ഇപ്പോൾ gm/r² എന്നാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇതിൽ നമ്മുടെ എം എന്ന് പറയുന്നത് എന്താണ്? എർത്തിൻ്റെ മാസാണ്, ബോഡിയുടെ മാസല്ല. അപ്പോൾ ഈ ഇക്വേഷനകത്ത് എന്ത് വരുന്നില്ല? ബോഡിയുടെ മാസ് വരുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് സാറ്റലൈറ്റ് എന്നാണ്. അപ്പോൾ ആൻസർ ബി ആണ് ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി. എല്ലാവർക്കും അറിയാമെന്നുള്ളത്. എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. ഇതാ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചോദിക്കും കേട്ടോ, ചോദിക്കില്ല എന്നൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ടൈം പീരീഡ് ഓഫ് ആൻ എർത്ത് സാറ്റലൈറ്റ് റിവോൾവിങ് അറ്റ് എ ഹൈറ്റ് 35,800 കിലോമീറ്റർ. ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. 36,000 കിലോമീറ്റർ ഹൈറ്റിൽ കറങ്ങുന്നു സാധനം അല്ലേ? സാറ്റലൈറ്റ്. അത് ജിയോ സ്റ്റേഷനറി ആണ്. അതിൻ്റെ ടൈം പീരീഡ് എത്ര? 24 hour ആണ് അല്ലേ? 24 hours. അപ്പോൾ ഓപ്ഷൻ എ ആണ്. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ അല്ലേടാ. ഇനി നമ്മുടെ പോളാർ ആണെങ്കിലോ? പോളാർ സാറ്റലൈറ്റ് ആയിരുന്നെങ്കിൽ 100 minutes. അതാണ് ആ ഓപ്ഷനും കൂടെ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് ജിയോ സ്റ്റേഷനറി ആണ്. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് 24 hour അല്ലേ? അപ്പോൾ 24 hour. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? സാറ്റലൈറ്റ് ഈസ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറൗണ്ട് എർത്ത്. കൈനറ്റിക് എനർജി ഡബിൾ ചെയ്തു. സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കറങ്ങുകയാണ്. അതിൻ്റെ കൈനറ്റിക് എനർജി ഡബിൾ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കൈനറ്റിക് എനർജി ഡബിൾ ചെയ്താൽ എന്ത് സംഭവിക്കും? ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? ½ mv² അല്ലേ? ഇവിടെ വി എന്ന് പറഞ്ഞ ഓർബിറ്റൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് VO² എന്ന് പറയുന്നത് 2k/m എന്ന് വരില്ലേ മക്കളെ? അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2km/m എന്ന് വരില്ലേ? വരും. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ബാക്കി. കൈനറ്റിക് എനർജി ഡബിൾ ചെയ്തു. കൈനറ്റിക് എനർജി ഡബിൾ ചെയ്താൽ എത്രയാവും? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് √2k/m എന്നായി അല്ലേ? അതായത് √2 × √2k/m എന്നായി അല്ലേ? അപ്പോൾ പുതിയ ഓർബിറ്റൽ വെലോസിറ്റി = √2 ടൈംസ് 2k/m എന്ന് പറയുന്നത് പഴയ ഓർബിറ്റൽ വെലോസിറ്റിയാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ കിട്ടി ആൻസർ √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി അല്ലടാ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? ഇറ്റ് വിൽ എസ്കേപ്പ് ഫ്രം എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. നല്ല ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ തെറ്റിക്കൊന്നും ചെയ്യരുത്. കൈനറ്റിക് എനർജി ആണുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എന്താണ് കൈനറ്റിക് എനർജി ആണുള്ള ഇക്വേഷൻ? എല്ലാവർക്കും അറിയാം. എന്താ? കൈനറ്റിക് എനർജി = എന്താണ്? ഞാൻ ഒന്നുകൂടെ എഴുതിയേക്കാം. കൈനറ്റിക് എനർജി = ½ mv² എന്നാണ്. ഇവിടെ വി എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റിയാണ്. ഇതിനകത്ത് VO² = 2k/m എന്നാണ്. ഇനി VO = √2k/m എന്നാണ്. ഒരു പേടിയും ആർക്കും തോന്നിയില്ല. ഇനി എന്താണ് പറഞ്ഞേ? ഇതിനകത്ത് കൈനറ്റിക് എനർജി ഡബിളായി. അപ്പോൾ പുതിയ ഓർബിറ്റൽ വെലോസിറ്റി = √2 × 2k/m എന്നാണ്. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഓർബിറ്റൽ വെലോസിറ്റി ഇത് √2 ടൈംസ് ഇതെന്താണ്? √2k/m എന്നാണ്. അപ്പോൾ VO = √2 ടൈംസ് ഇതെന്താ? ഓർബിറ്റൽ വെലോസിറ്റി. √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി എന്നാണ്. ഓക്കെ, അപ്പോൾ പുതിയ ഓർബിറ്റൽ വെലോസിറ്റി = എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്?
നേരെ വായിച്ചു നോക്കുക. ഡിപ്പെൻഡൻസ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത് വിത്ത് എ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഇത് രണ്ടെണ്ണവും ഇതിൻ്റെ ആൻസറാണ്. ഇത് രണ്ടും ഇതിൻ്റെ ആൻസറാണ്. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്ഷൻ അല്ലേ എടാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ എടുക്കണ്ട. അപ്പോൾ രണ്ടും ആൻസറാണ്, ബട്ട് ദ ബെസ്റ്റ് ആൻസർ ഈസ് ഏതാ? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അട്രാക്ഷൻ നെഗറ്റീവാണ്, അതുകൊണ്ട് അത് ആക്സിസിൻ്റെ താഴെ നമ്മൾ വരച്ചിരിക്കുന്നു. പ്രയാസപ്പെട്ടോ? ഓപ്ഷൻ എ ആണ്. ഇനി നമ്മുടെ ഒരു ക്വസ്റ്റിനകത്ത് ഈ ഓപ്ഷൻ എ ഇല്ലാതെ ബി മാത്രമേ ഉള്ളെങ്കിൽ ബി ആൻസർ എഴുതിക്കോണം, പേടിക്കില്ലേ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. എന്താണ്? വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓൺ വെയ്റ്റ് ഓഫ് ദ ബോഡി പ്ലേസ്ഡ് ഓൺ എർത്ത് സർഫസ് ഇഫ് എർത്ത് സഡൻലി സ്റ്റോപ്സ് റൊട്ടേറ്റിംഗ്? എർത്തിൻ്റെ സർഫസിൽ ഒരു ബോഡി ഇരിക്കുന്നു. എർത്ത് റൊട്ടേഷൻ നിർത്തിയാൽ എന്ത് സംഭവിക്കും വെയ്റ്റിന്? അപ്പോൾ നമ്മൾ ജി അറ്റ് എ ലാറ്റിറ്റ്യൂഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ എന്നാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. ഇതിൽ എർത്ത് റൊട്ടേഷൻ, ഇപ്പോൾ ഈ ആൻസർ ജി അറ്റ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഷുവർലി ലെസ് ദാൻ ജി ആണെന്ന് ഈ ഇക്വേഷനിൽ നോക്കുന്ന മനുഷ്യന് മനസ്സിലാവും. മനുഷ്യനല്ലേ? ആണ്. അപ്പോൾ മനസ്സിലാവും. ഇനി അടുത്തെന്താണ്? ഹിയർ എർത്ത് റൊട്ടേഷൻ നിർത്തി. അപ്പോൾ കുറേ ഇത് കണ്ട് സഹിക്കുന്നതിന് പരിധികളില്ലേ? സോ അപ്പോൾ എർത്ത് തന്നെ ഇനി കറങ്ങണ്ടെന്ന് അങ്ങ് വിചാരിക്കും. അപ്പോൾ ഒമേഗയുടെ വാല്യൂ എത്ര? 0. അപ്പോൾ ജി അറ്റ് ലാറ്റിറ്റ്യൂഡിൻ്റെ ആൻസർ എത്ര വരും? ജി എന്ന് വരും. ആണോ? അപ്പം നേരത്തെ ലാറ്റിറ്റ്യൂഡിലുള്ള ജിയുടെ വാല്യൂ എത്രയായിരുന്നു? ജി ആയിരുന്നു. ആണോ? ജിയേക്കാൾ ലെസ് ആയിരുന്നു. ഇപ്പോഴത് ജി ആയിട്ട് കൂടി. അപ്പോൾ ജി കൂടി എന്ന് പറയുമ്പോൾ വെയിറ്റും കൂടി. അപ്പോൾ വെയിറ്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ ആൻസർ കണ്ടോ? വെയിറ്റ് കൂടി. കണ്ടോ? അടിപൊളിയല്ലടാ. വെയിറ്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവും. ലാറ്റിറ്റ്യൂഡിലുള്ള ജിയുടെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല, നേരത്തെ ഉള്ള സിലബസിൽ ഉണ്ടായിരുന്നു, എന്നാലും പഠിച്ചേക്കും. ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ എന്നാണ്. ഇനി ഇവിടെ ഈ ഷുവറായിട്ടും ജി മൈനസ് സംതിങ് എന്നാണ്. അപ്പോൾ ഷുവറായിട്ടും ജി അറ്റ് ലാറ്റിറ്റ്യൂഡിൻ്റെ ആൻസർ ജിയേക്കാൾ ലെസ് ആയിരിക്കും. എർത്ത് റൊട്ടേഷനൊക്കെ നിർത്തി അതിൻ്റെ പാട്ടിന് പോയി. അപ്പോൾ ഒമേഗയുടെ വാല്യൂ 0. അപ്പോൾ ജി ലാറ്റിറ്റ്യൂഡിൻ്റെ ആൻസർ എന്ത് വരും? ജി എന്ന് വരും. നേരത്തെ ലെസ് ദാൻ ജി ആയിരുന്നു, ഇപ്പോൾ ജി ആയിട്ട് കൂടി. അപ്പോൾ ജി കൂടി, ഇപ്പോൾ വെയിറ്റും കൂടി. നല്ല പാഠമുണ്ടോ? പ്രയാസമൊന്നുമില്ല മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാം. എന്താണ്? വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിൽ എവിടെയാണ് ജി കൂടുതൽ? ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, മാക്സിമം അറ്റ് പോൾ എന്നാണ്. ഓക്കെ, പ്രയാസമുണ്ടോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബോഡീസ് ഈച്ച് ഓഫ് മാസ് 2 കിലോഗ്രാം സിറ്റുവേറ്റഡ് ഓൺ ആക്സിസ് at a distance 1 meter, 2 meter, 4 meter, 8 meter, etc. from origin. The resulting gravitational potential due to system at origin എത്ര? നമ്മുടെ ഇതാണ് ഒരു ലൈൻ, ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒറിജിനിൽ നിന്ന് 1 മീറ്ററിലും അടുത്ത 2 മീറ്ററിലും അടുത്ത 4 മീറ്ററിലും അടുത്ത 8 മീറ്ററിലും ഒക്കെ ബോഡീസ് വെച്ചിട്ടുണ്ട്. 6, 7, 8. ഓക്കെ, എവിടെയൊക്കെ ബോഡി ഇരിപ്പുണ്ട്? 1-ലുണ്ട്, 2-ലുണ്ട്, 4-ലുണ്ട്, 8-ലുണ്ട്. ഇവിടെയൊക്കെ ഓരോ 2 കിലോഗ്രാമിൻ്റെ ബോഡി വെച്ചിട്ടുണ്ട്. അതായിരിക്കും. അവിടെ ഇരുന്നോട്ടെ, നമുക്ക് വല്ല വിഷമമുണ്ടോ? ഓക്കെ, ഇനി നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ഓയിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവും? പൊട്ടൻഷ്യൽ ആണുള്ള ഇക്വേഷൻ എന്താണ്? -gm/r എന്നാണ് അല്ലേ? പൊട്ടൻഷ്യൽ ആണുള്ള ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് കാരണം ഈ ഓയിൽ ഉണ്ടാവുന്നത് പറയണം. ഫസ്റ്റ് കാരണമുള്ളത്, ഈ ഫസ്റ്റ് കാരണം ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ -gm/r വാല്യൂ എത്ര? 1. അപ്പം നമുക്ക് ആൻസർ എഴുതാം. എന്താണ്? ഇതാ -gm/r എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ എമ്മിൻ്റെ വാല്യൂ 2 അല്ലേ? അപ്പം -g/2/r എത്രയാണ്? 1. ഓക്കെ, ആദ്യത്തിൻ്റെ ആയി. രണ്ടാമത്തെ ബോഡി കാരണമുള്ള പൊട്ടൻഷ്യൽ -gm-ൻ്റെ വാല്യൂ 2/r എത്ര? 2. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ബോഡി -gm/2/r എത്ര? 4. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, പ്ലസ് എക്സെട്ര. ഓക്കെ, ഇതാണ് ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ ഞാൻ എഴുതി. പൊട്ടൻഷ്യൽ ഓക്കെ ഈസ് ഈക്വൽ ടു ഞാൻ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ -2g ഇങ്ങനെ എടുക്കാം. ബാക്കി 1/1 പ്ലസ് 1/1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര എന്നാണ്.
പേടിച്ചൊന്നുമില്ലാരും. ഇനി നമ്മുടെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് ഒരു ഇൻഫിനിറ്റ് GP ആണ്, ജോമെട്രിക് പ്രോഗ്രഷനാണ്. നിങ്ങൾ നോക്കിയേ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നു, 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കോമൺ റേഷ്യോ എത്ര? കോമൺ റേഷ്യോ എത്രയാ? മാത്സ് ഇല്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചോണ്ടേ. കോമൺ റേഷ്യോ R എന്ന് പറയുന്നത് 1/2 എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നു. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ 1/1 ആണ്, അതായത് 1 ആണ്. ഇനി സം ഓഫ് ടേംസ് അറിയാമോ? ഇക്വേഷൻ സം ഓഫ് ടേംസ് ഓഫ് ആൻ ഇൻഫിനിറ്റ് GP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? A/1 - R എന്നാണ്. അപ്പോൾ A എത്രയാ? 1 ആണ്, ബൈ 1 - 1/2 ആണ്. അപ്പോൾ ആൻസർ 1/1/2 എന്നാണ്. അപ്പോൾ അത് 2 എന്നാണ്. ഇനി നമുക്കിവിടെ വാല്യൂ ഇടാം. ഇസ് ഈക്വൽ ടു, നിങ്ങൾ തന്നെ പറയൂ, -2g × 2. അപ്പോൾ ആൻസർ -4g എന്നാണ്. അടിപൊളി ക്വസ്റ്റ്യൻ. അപ്പം -4g എന്നാണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. പ്രയാസമുണ്ടോ? -4g ഇതായിരിക്കും. പൊളിയല്ലേ? ഇത് നല്ല ക്വസ്റ്റ്യനാണ്. ഇത് പണ്ടൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം അങ്ങനെ കാണാറില്ല. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അത് മനസ്സിലായി എല്ലാവർക്കും. സ്ട്രെയിറ്റ് ലൈൻ വരാണ് വരച്ചത്. അതിന് ആ സ്ട്രെയിറ്റ് ലൈനിൽ എവിടെയൊക്കെ 2 കിലോഗ്രാം ബോഡി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു, അതാണ് വരച്ചത്. ഇനി ഒറിജിനിലുള്ള ടോട്ടൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എത്ര? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണുള്ള ഇക്വേഷൻ -gm/r. ഇവിടുത്തെ കേസിൽ R എന്ന് പറയുന്നത് 1, ഇവിടുത്തെ കേസിൽ R എന്ന് പറയുന്നത് 2, ഇവിടുത്തെ കേസിൽ R എന്ന് പറയുന്നത് 4, ഇവിടുത്തെ കേസിൽ R എന്ന് പറയുന്നത് 8. അപ്പോൾ എല്ലായിടവും മാസിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ എല്ലായിടവും 2 കിലോഗ്രാം ബോഡിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം -g × 2/1, -g × 2/2, -g × 2/4, -g × 2/8 എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റിൽ ഇങ്ങനെ വരും. ഇതൊരു GP ആണെന്ന് മനസ്സിലായി, കാരണം ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുകയാണ് 1/2 വെച്ചിട്ട്, അല്ലേ? അപ്പോൾ R കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1/2, ഫസ്റ്റ് ടേം 1. ഓക്കെ. ഇനി ഇൻഫിനിറ്റ് എന്താണ് ടേംസ് ഉള്ള ഒരു GPയുടെ സം കാണാനുള്ള ഇക്വേഷൻ A/1 - R എന്നാണ്. അതിൽ വാല്യൂ 2 എന്ന് കിട്ടി. ഇനി അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയാൽ -2g × ഇതിൻ്റെ ആൻസർ നമുക്ക് 2 എന്നാണ്. ഓക്കെ. അപ്പോൾ ആൻസർ -4g എന്ന് കിട്ടി. പ്രയാസം ഉണ്ടോ മക്കളെ? അപ്പോൾ ഇതൊന്നും സൂക്ഷിച്ചോണം കേട്ടോ. നമുക്ക് പുതിയൊരു ഇക്വേഷനൊക്കെ കിട്ടിയല്ലേ, മാത്സ് ഇല്ലാത്തവരൊന്നും സൂക്ഷിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇനിയുണ്ടോ? അപ്പോൾ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനുമായി നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഗ്രാവിറ്റേഷനിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി എഴുതി പഠിക്കുക, സ്മാർട്ടായിട്ട് ഇതെല്ലാം ഒന്ന് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ ബൈ.